നമുക്കേ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഉണ്ടാക്കണത് കാണാം കേട്ടോ. ഞാൻ അവിയലാണ് ഉണ്ടാക്കണത്. ചേന ഉരുളൻകിഴങ്ങൊന്നും ഇട്ടുണ്ട്. ബാക്കി കഷ്ണങ്ങൾ വാരിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഉപ്പിടാം, കുറച്ച് തുള്ളി വെള്ളം. ഇത് വെന്തിട്ട് നമുക്ക് അരപ്പൊക്കെ ഇട്ട് തൈരൊക്കെ ഇട്ട് ബാക്കി പണികൾ കാണാം. അപ്പോൾ ഇതിന്ന് വേവട്ടെ കേട്ടോ. നമ്മുടെ വെജിറ്റബിളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതും കൂടി ഇട്ടാൽ തേങ്ങ പച്ചമുളകും കൂടി അരച്ചതാണ് കേട്ടോ. തൃശ്ശൂർക്കാരുടെ പഴയ കാലത്തെ അവിയലാണ് കേട്ടോ. തൃശ്ശൂർക്കാർ പലരുടെയും കണ്ടിട്ട് ജീരകം അരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. പക്ഷെ പണ്ടത്തെ അവിയലിൽ ജീരകം അരയ്ക്കില്ല കേട്ടോ. എന്നൊക്കെ ഒരു മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ആകുമ്പോൾ തൈര് ഒഴിക്കാം കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഉപ്പും കൂടി ഇട്ട് സെറ്റാവട്ടെ. ഈ തൈര് ഒഴിക്കുമ്പോൾ പിന്നെ നോക്കാം. കുറച്ചും കൂടി ഇട്ടുണ്ട്. ഇനി അടുപ്പുമ്പോൾ നമ്മൾ കായും പയറും മെഴുക്ക് വറ്റിക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. കായും പയറും കുറച്ച് പയറും കായും അതിൽ കിട്ടപ്പോഴേ ഇതിൽ പിന്നെ തികയില്ല. അപ്പോൾ അതിൻ്റെ കായ ഇട്ടു. പയർ അവിയലിടണല്ലോ. പയർ വേവാറായി. നമ്മുടെ അവിയലൊക്കെ തേങ്ങ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് തൈര് ഒഴിച്ച് മിക്സാക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്താൽ നമ്മുടെ അടിപൊളി തൈര് 5 മിനിറ്റിന് റെഡിയായി. ഇമാതിരി ചെയ്ത് നോക്കട്ടോ. ഒരു പ്രയാസവും ഇല്ല. ടേസ്റ്റ് അധികമായിരിക്കും. ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അടുപ്പ് ഓഫ് ചെയ്യാം. കുറച്ച് തേങ്ങ എണ്ണ വെളിച്ചെണ്ണ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പണി കഴിഞ്ഞു. ഇത്തിരി നേരം മൂടി വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇളക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഉപ്പേരി താളിക്കാം കേട്ടോ. അടുത്തത് നമ്മൾ ഉപ്പേരി താളിക്കാൻ കേട്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പിലയും കൂടി ഇടിക്കണം. കറിവേപ്പില ഇല്ല കേട്ടോ. ബാക്കി 2 ഇട്ടിട്ടുള്ളൂ. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഒന്ന് വഴറ്റിയിട്ട് കരിയാണ്ട് നമുക്ക് വേവിച്ച പയറും കായും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടുണ്ട് കേട്ടോ. പയർ വേവിക്കുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈൽ മെഴുക്ക് വരട്ടി. കായും പയറും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുമാതിരി ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അടുത്തത് നമുക്ക് 2 പപ്പടം കൂടി വറുക്കാം. അപ്പോൾ പണി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ കേട്ടാ. അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ. ചോറിനട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അവിയലും ഉപ്പേരിയൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ബായ്.